മിഴിയോ. നമസ്കാരം. മിഴിയോരത്തിന്റെ സാരഥി എന്ന സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നവംബർ 14 ശിശുദിനമാണ്. എല്ലാ പ്രേക്ഷകർക്കും ശിശുദിന ആശംസകൾ. ശിശുദിനമായതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ അതിഥിയായി ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കൊച്ചു മിടുക്കിയാണ്. നന്നേ ചെറുപ്പം മുതലേ സംഗീതം അഭ്യസിച്ചു തുടങ്ങി നിരവധി ആൽബങ്ങൾ, ഡിവോഷണൽ ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട്. ഇത് കൂടാതെ ഡിവോഷണൽ ആൽബങ്ങളിലും സിനിമകളിലൊക്കെ പാടി അഭിനയിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ളൊരു കൊച്ചു മിടുക്കിയാണ് ഇന്ന് എൻ്റെ അതിഥിയായി ലഭിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഹരിതയുടെ കൂടുതൽ വിശേഷങ്ങളും നല്ല കുറച്ച് പാട്ടുകളും ഒക്കെ കേട്ടുവരാം. നമസ്കാരം, മിഴിയോരത്തിലേക്ക് സ്വാഗതം. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. താങ്ക് യു. ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു കൊച്ചു കുട്ടിയെ അല്ലെങ്കിൽ ഒരു കൊച്ചു മിടുക്കി എൻ്റെ അതിഥിയെ കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചത്. അപ്പം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ മുതൽ തന്നെ പാട്ട് പാടി തുടങ്ങിയെന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമുക്ക് ആദ്യം ഒരു പാട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ. ഒരു നല്ല പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഓക്കെ, പാടിക്കാം. മോഹം കൊണ്ടു ഞാൻ ദൂരെ ദൂരം പുത്തനാൾ മധു തേടിപ്പോയി നീലേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരെ ദൂരം പുത്തനാൾ മധു തേടിപ്പോയി. മനോഹരമായിരിക്കും. നമ്മൾ ഏത് പ്രായം തൊട്ട് പാട്ട് പഠിച്ചു തുടങ്ങി? 3.5 വയസ്സ് മുതൽ. എവിടെയാണ് പഠിച്ചത്? ഇവിടെയാണോ നാട്ടിലാണോ എവിടെയാണോ? ഇവിടെയാണ്. ആരായിരുന്നു ഗുരുക്കളാരൊക്കെയായിരുന്നു? ആദ്യം ഞാൻ കൊച്ചില് മോഹൻ കുമാർ മാഷിൻ്റെ അടുത്ത് ആദ്യം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ സജീവ് മാഷിൻ്റെ അടുത്ത് പഠിച്ചു. അതിന് ശേഷം ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് KB വിജയകുമാർ മാഷ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിക്കൽ മാഷിൻ്റെ അടുത്ത് പഠിക്കും. മാഷ് ലൈറ്റ് അങ്ങനെ നോക്കാറില്ല. അപ്പോൾ ഞാൻ ലൈറ്റിന് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് രാജേഷ് കേശവ് എന്ന് പറഞ്ഞിട്ട് മാഷ്. അപ്പൊ അന്ന് മുതൽ ഒരു 3.5 വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഇപ്പൊ ഹരിത ഏത് ക്ലാസ്സിലാണ്? 6ാം ക്ലാസ്സിലാണ്. അപ്പൊ ഇവിടെയാണ് പഠിച്ചതെല്ലാം അല്ലേ. അപ്പം സംഗീത പാരമ്പര്യമുണ്ടോ? അച്ഛനോ അമ്മയോ ആരെങ്കിലും വീട്ടിൽ പാടാറുണ്ടോ? അമ്മയുടെ അച്ഛൻ മൃദംഗിസ്റ്റും പിന്നെ ഇത് മുഖശംഖും വായിക്കും. അപ്പൊ അതിൽ നിന്നാണ് ആ ടാലന്റ് കിട്ടിയത് അല്ലേ. അപ്പൊ വീട്ടില് ഹരിത കൂടാതെ ആരൊക്കെയുണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ അനിയനുണ്ട്, ചെറിയ അനിയനാണ്. അനിയൻ പാട്ട് പാടുമോ? അനിയൻ ചെറുതായി പാട്ടൊക്കെ പാടാറുണ്ട്. അപ്പം അനിയനും മോടെ കൂടെ പാട്ട് പഠിക്കാൻ വരുന്നുണ്ടോ? അവന് പാട്ട് പഠിക്കണമെന്ന് ഇല്ല. പാട്ട് പഠിക്കണമെന്നില്ല അല്ലേ. അപ്പം ശരിക്കും മോള് പാട്ട് പഠിച്ചു, പല സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേജ് പെർഫോമൻസ്, മറക്കാനാവാത്ത ഏതെങ്കിലും സ്റ്റേജ് പെർഫോമൻസ് മോളിപ്പം ഓർക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ലാസ്റ്റ് മന്ത് ഞാൻ ഉണ്ണിമേനോൻ അങ്കിളും പിന്നെ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയുടെ കൂടെ ഞാനൊരു പ്രോഗ്രാം നടത്തി. അത് എനിക്ക് ഭയങ്കര മറക്കാനാകത്തില്ല അല്ലേ. അവരെയൊക്കെ നേരിട്ട് കാണാനും അവരുടെ കൂടെ പാടാനും സാധിച്ചല്ലേ. അപ്പൊ അന്ന് പാടിയ ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് പാടാവോ നമുക്ക് വേണ്ടി? ഡ്യൂറ്റ് പാടിയതാണ്. ഓക്കെ, പാടിക്കാം. ഏത് പാട്ടായിരുന്നു അന്ന് പാടിയത്? പുതുവെള്ളை മഴ. ഓക്കെ ഓക്കെ, പാടിക്കാം. புதுவெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலாவுடல் நனைகின்றது, இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது. புதுவெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலாவுடல் நனைகின்றது, இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது. ഇതൊക്കെ പാട്ടൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ആരാണ് മോളെ കൊണ്ടുപോകുന്നത്? അച്ഛനാണോ അമ്മയാണോ? ആരാണ് കൂടുതൽ സപ്പോർട്ട്? അച്ഛനാണ് എല്ലായിടത്തും കൊണ്ടുപോകുന്നത് അല്ലേ. ശരിക്കും ഇപ്പൊ ഇവിടെ വന്നപ്പോഴും ശരിക്കും ഹരിതയേക്കാൾ ടെൻഷൻ ഞാൻ കാണുന്ന അച്ഛന്റെ മുഖത്താണ്. മോള് പാടുമോ, എങ്ങനെയാണ്, പല പല സംശയങ്ങളാണ്. അപ്പൊ അച്ഛനാണ് എല്ലായിടത്തും കൊണ്ടുപോകുന്നത് അല്ലേ. അച്ഛൻ പാട്ട് പാടുമോ? അച്ഛൻ പാട്ട് പാടത്തില്ല. ഓക്കെ. അപ്പൊ മോളിങ്ങനെ സ്റ്റേജ് പെർഫോമൻസിലൊക്കെ പോയി ഇപ്പൊ നമ്മള് ഉണ്ണിമേനന്റെ കൂടാണ് ഈ പാട്ട് പാടിയത് അല്ലേ. പിന്നീട് വേറെ ആരുടെ കൂടെ ഒക്കെ പാടിയിട്ടുണ്ട്? കൂടെ പാടിയിട്ടില്ല. പ്രോഗ്രാമിന് പാടിയിട്ടുള്ളത് ബിജിബാൽ അങ്ങളുടെ കൂടെ പാടിയിട്ടുണ്ട്. പ്രോഗ്രാമിന് പാടി. അന്ന് പാടിയ ഏതെങ്കിലും ഒരു പാട്ടോടെ അതിന്റെ ഒരു 4 വരിയോടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. കടലോളം വാത്സല്യം താരാട്ടായി തരുമച്ചൻ വെയിൽ വഴിയിൽ കുടനിഴലിൻ
തണലാകും എന്നച്ഛൻ. അമ്മ കിളിയില്ല കൂടാകും വീട്ടിലെ ചെല്ലക്കുഞ്ഞിൽ നിന്നും കൂട്ട്. ആലോലം കൊമ്പത്തോരൂ ഞാലിട്ടാടുമ്പോൾ ആയത്തിലാട്ടുന്ന പാട്ട്. വാലിട്ടെഴുതുമ്പോൾ നോക്കുവാനുള്ളൊരു വാൽ കണ്ണാടേൻ അച്ഛൻ്റെ കണ്ണുകൾ. വാലിട്ടെഴുതുമ്പോൾ നോക്കുവാനുള്ളൊരു വാൽ കണ്ണാടേൻ അച്ഛൻ്റെ കണ്ണുകൾ. കാണിപ്പൊന്നി കമ്മലണിഞ്ഞ് കുന്നിമണി മാലയണിഞ്ഞ് കൊഞ്ചി കൊഞ്ചി കുറുമ്പുമ്പോൾ പുഞ്ചിരി പാലു കുറുക്കുന്നൊരോർമ്മ എന്നച്ഛൻ. കടലോളം വാത്സല്യം താരാട്ടായി തരുമച്ഛൻ. വെയിൽ വഴിയിൽ കുടനിഴലിൻ തണലാകും എന്നച്ഛൻ. അച്ഛനോടുള്ളൊരു സ്നേഹം മൊത്തം ഈ പാട്ടിലുണ്ടല്ലേ. അപ്പൊ ഈ പാട്ട് നമുക്ക് അച്ഛനെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്താലോ അല്ലേ? അച്ഛന് സന്തോഷമായിക്കോട്ടെ അല്ലേ? അപ്പൊ ഹരിതയോട് സംസാരിക്കാൻ നമ്മുടെ ആരോ വരുന്നുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്നേ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ് വിളിക്കുന്നത്? ഓക്കെ, ഹരിതയെ അറിയാമോ? ഹരിതയുടെ പാട്ട് കേട്ടിട്ടുണ്ടോ? ഹരിത നിരവധി ഡിവോഷണൽ ആൽബത്തിലൊക്കെ പാടിയിട്ടുണ്ട്, പാടി അഭിനയിച്ചിട്ടുണ്ട്. സംസാരിച്ചോളൂ, ഹരിതയോട് സംസാരിച്ചോളൂ. നമസ്കാരം മോളൂ. നമസ്തേ. പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഈ പാട്ട് പഠിക്കാൻ എത്ര കാലമായി? കുറച്ച് ഇപ്പൊ കറക്റ്റ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയ ഒരു വർഷമായിട്ടുണ്ടാവും. മീൻസ് ലൈക്ക് കർണാട്ടിക് മ്യൂസിക് ആണോ പഠിക്കാൻ തുടങ്ങിയത്? ആ, കർണാട്ടിക് മ്യൂസിക്. 8 വർഷമായി. എത്ര വർഷമായിരുന്നു? ഹരിത ഇപ്പൊ കുഞ്ഞിലേ മുതലേ പാട്ട് പഠിച്ചു തുടങ്ങിയ ഒരാളാണ്. ഹരിതയുടെ പാട്ടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കർണാട്ടിക് മ്യൂസിക് എവിടം വരെയായി? ഗീതം, വർണ്ണം, അലങ്കാരം അതൊക്കെ കഴിഞ്ഞോ? ആ, ഗീതം കഴിഞ്ഞു. ഇപ്പൊ കീർത്തനത്തില് ഗീതം കഴിഞ്ഞു. ആ, അപ്പൊ അടുത്തത് വർണ്ണം. ആ, വർണ്ണം കഴിഞ്ഞു. വർണ്ണം കീർത്തനം പിന്നെ കീർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ? ആ, കീർത്തനം സ്റ്റാർട്ട് ചെയ്തു. കുറെ പഠിച്ചു. ഏത് കീർത്തനം സ്റ്റാർട്ട് ചെയ്ത്? ഒരു കീർത്തനം നമുക്കൊന്ന് നോക്കിയാലോ? ഒരു കീർത്തനം പാടാവോ? ഓക്കെ, അപ്പൊ പ്രവീൺ ചേട്ടൻ എന്തായാലും ഫോൺ കട്ട് ചെയ്ത് ടിവിയിൽ ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ കീർത്തനം പാടും. ഓക്കെ, താങ്ക് യു. ജാനകി രമണ ദശരഥ നന്ദന സർവരേശ വദന ഹരേ രാമ. 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 ജാനകി രമണ ദശരഥ നന്ദന. ഓക്കെ ഹരിത, നമ്മളൊപ്പം മറ്റൊരു പ്രേക്ഷകനോട് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ഹലോ ഹലോ. എന്റെ പേര് സത്യജിത്ത് എന്നാണ്. ഓക്കെ സത്യജിത്ത്, ഹരിത അറിയാമോ? ഓ അറിയാം. എനിക്ക് ഹരിതനെ അറിയാം, ഹരിത കന്യ അറിയാം. എല്ലാവരും പരിചയക്കാരാണ്. ഓക്കെ, അപ്പൊ ഹരിതയുടെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്, ഇപ്പൊ സ്റ്റേജ് ഷോ ഒക്കെ കാണാറുണ്ട്. അപ്പൊ വിളിച്ചു കണ്ടപ്പോ ഒരു കൺഗ്രാജുലേഷൻസ് പറയാൻ വെച്ചു. ആശംസകൾ നേരാൻ വേണ്ടി വിളിച്ചതാണ്. താങ്ക് യു. ഏതെങ്കിലും പാട്ട് ഹരിത പാടണം എന്നുണ്ടോ? പാടി കേൾക്കണം എന്നുണ്ടോ? അത് നമ്മൾ 1-2 പാട്ടുകൾ വേറെ പാടുന്നുണ്ട്, അത് മതിയോ? ഹരിത ഏത് പാട്ട് തന്നെ കുഴപ്പമൊന്നുമില്ല.
ഡെഡിക്കേഷൻ ഒരു പാട്ട് നമുക്കത് നമ്മള് ശ്രദ്ധിച്ചോളാം. ഓക്കെ താങ്ക് യു. ഓക്കെ ബൈ. അപ്പൊ നമ്മളിപ്പം ഡിവോഷണൽ സോങ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് ഈ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ് ഡിവോഷണൽ സോങ്സിലോട്ട് എത്തിയത്? ഡിവോഷണൽ ആൽബം സോങ്സിൽ ഒത്തിരി പാടിയിട്ടുണ്ടല്ലോ അല്ലേ, അതിൽ പാടി അഭിനയിച്ചിട്ടുമുണ്ട് അല്ലേ, അപ്പൊ എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ നാട്ടിൽ കാസർഗോഡിലാണ്. അച്ഛൻ കാസർഗോഡ്, അവിടെ മ്യൂസിക് കുറച്ച് പഠിക്കാനായിട്ട് നാട്ടിൽ ഞാൻ ആരുടെ അടുത്തും പഠിക്കാറില്ല. അപ്പോൾ ഒരു മാഷുണ്ട്, മാഷിൻ്റെ അടുത്ത് ഞാൻ എന്നും ക്ലാസ്സിൽ പോകും. അപ്പോൾ മാഷ് എന്നോട് പറഞ്ഞു എനിക്കൊരു പാട്ട് കേൾപ്പിക്കണം. അപ്പം ഞാൻ ആ മാഷിൻ്റെ ഒരു ആൽബത്തിൽ 2 എണ്ണം പാടിയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഡിവോഷണൽ സോങ് ആയാലോ ഇനി? അപ്പം നമുക്ക് നോക്കാം. തോറ്റം പാട്ടിൽ തുയിലുണരും പൊരുളുറവാ മാറ്റുകാലം ബിക്കേ, നോറ്റ നോയമ്പിൽ മനമുരുകും അടിയങ്ങൾക്കാശ്രയം നീ, ആശ്രയം നീ. തോറ്റം പാട്ടിൽ തുയിലുണരും പൊരുളുറവാ മാറ്റുകാലം ബിക്കേ, നോറ്റ നോയമ്പിൽ മനമുരുകും അടിയങ്ങൾക്കാശ്രയം നീ, ആശ്രയം നീ. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ പാടിയ ഏത് ആൽബമാണ്? ഡിവോഷണൽ ആൽബം? ക്രിസ്ത്യൻ ഡിവോഷണൽ പാട്ടാണ്. അത് ജിനോ അങ്കിൾ എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ ചെയ്ത അങ്കിൾ എന്നെ സജസ്റ്റ് ചെയ്തത്. അതേതാണ്? ഈശോ. അതിലെ 4 വരി ഓർക്കുന്നുണ്ടോ ഇപ്പം? 4 വരി നമുക്ക് അതിലേ കൂടെ പാടാം. ഞാൻ മറന്ന ദൈവമെന്നെ കാത്തിടുന്നു കരുതലോടെ, ഞാനകന്ന നേരമെന്നെ കാത്തിരുന്നു കരുതലോടെ, ജീവനോളം സ്നേഹമേകി കൂടെ വന്നു എൻ്റെ ദൈവം, ജീവനോളം സ്നേഹമേകി കൂടെ വന്നു എൻ്റെ ദൈവം, കൂട്ടിരുന്നു ദൈവസ്നേഹം. ഞാൻ മറന്ന ദൈവമെന്നെ കാത്തിടുന്നു കരുതലോടെ, ഞാനകന്ന നേരമെന്നെ കാത്തിരുന്നു കരുതലോടെ. ഇതായിരുന്നു ലേറ്റസ്റ്റ് ആൽബം അല്ലേ? ഇനി നമ്മൾ ഫിലിമിലൊക്കെ പാടിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലേ? ഏതോ ഫിലിം റിലീസായോ? ഇല്ല, റിലീസ് ആവാൻ പോവാ നെക്സ്റ്റ്. അത് ഏതൊക്കെ സിനിമയാണ്? അതിൽ പാടിയത് മാത്രമല്ല അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഏതൊക്കെ പാട്ടാണത്? ഒന്ന് പാട്ട് ചില്ലു ചില്ല എന്ന് പറഞ്ഞിട്ട്, മീൻസ് നാടൻ രീതിയിലുള്ള പാട്ടാ. പാവം അവിടെ എൻഡോസൾഫാൻ അമീബയാണ് മൂവി. ഫിലിം ഡയറക്ടർ മനോജ് ഖാന, ചൈലൻ ചെയ്ത ഡയറക്ടറാണ്. പിന്നെ എനിക്ക് മ്യൂസിക് ഡയറക്ടർ ചെയ്തത് പാരിസ് ചന്ദ്രൻ അങ്കിൾ എന്നെ പാട്ടൊക്കെ പഠിപ്പിച്ചു. അങ്ങനെ പാടി. അതിൽ ഒരു പാട്ടൊന്ന് പാടിയാലോ? 4 വരി നമുക്കൊന്ന് പാടാം. ചില്ലു ചില്ല ചില്ലകൾ തോറും ചാടി ചാടി ചാഞ്ചാടും ചെറു ചെല്ല പൈങ്കിളിയേ, ചുളമടിച്ചിൻ ചാരത്തടയും പൂവാലൻ കിളിയേ, നിനക്കാരു തന്നീ ചെങ്കുപ്പായം പൊന്നോലക്കിളിയേ, നിനക്കാരു തന്നീ ചെങ്കുപ്പായം പൊന്നോലക്കിളിയേ. ചില്ലു ചില്ല ചില്ലകൾ തോറും ചാടി ചാടി ചാഞ്ചാടും ചെറു ചെല്ലപ്പൈങ്കിളിയേ, ചുളമടിച്ചിൻ ചാരത്തണയും പൂവാലൻ കിളിയേ, നിനക്കാരു തന്നീ ചെങ്കുപ്പായം പൊന്നോലക്കിളിയേ, നിനക്കാരു തന്നീ ചെങ്കുപ്പായം പൊന്നോലക്കിളിയേ. ഏത് ടൈപ്പ് പാട്ടുകളോടാണ് ഇഷ്ടം?
മെലോഡിയസ് പാട്ടുകളാണ് കൂടുതൽ പാടാനും ഇഷ്ടം അല്ലേ? കേൾക്കുന്നതും അത് തന്നെയാണ് ആണ് അല്ലേ? അപ്പം ഇനി അപ്കമിങ് പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ മൂവിയെ കുറിച്ചൊക്കെ പറഞ്ഞു, മൂവിയിൽ അഭിനയിച്ചപ്പോൾ എന്ത് തോന്നുന്നു? അഭിനയമാണോ പാട്ടാണോ ഇഷ്ടം കൂടുതൽ? പാട്ട് തന്നെയാണ് ഇഷ്ടം അല്ലേ? ഓക്കെ, നമുക്കിനി അപ്കമിങ് പ്രോജക്ട്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഇപ്പോൾ എനിക്കൊരു കുടജാദ്രിയിൽ എനിക്ക് ശിവന്റെ ഏതോ പാട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ അടുത്ത് പാടാൻ പോകും. അതിന്റെ റെക്കോർഡിംഗ് ഒക്കെ എവിടെയാണ്? റെക്കോർഡിംഗ് ദുബായിലല്ലേ. പിന്നെ കല്ലറ ഗോപനങ്ങളുടെ എനിക്ക് ഇപ്പോൾ 4 പാട്ട് കിട്ടിയിട്ടുണ്ട് കൃഷ്ണന്റെ ആൽബത്തില്. അത് എനിക്ക് അതിലിപ്പോൾ ഞാൻ 2 പാട്ട് ഓൾറെഡി പാടി കഴിഞ്ഞു. അതിൽ ഓർക്കുന്നുണ്ടോ ഏതെങ്കിലും പാട്ട്? നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. ഗുരുവായൂർ മതിലകത്ത് കൃഷ്ണാട്ടം കളി തുടങ്ങി, അരങ്ങിലും സദസ്സിലും കൃഷ്ണനല്ലാതാരുമില്ല. ഗുരുവായൂർ മതിലകത്ത് കൃഷ്ണാട്ടം കളി തുടങ്ങി, അരങ്ങിലും സദസ്സിലും കൃഷ്ണനല്ലാതാരുമില്ല. ആടുവതും കൃഷ്ണൻ തന്നെ, കാണുവതും കൃഷ്ണൻ മാത്രം. ഗോപികമാരേവരും കൃഷ്ണനല്ലാതാരുമില്ല. ഇതാണല്ലേ ആ ഡിവോഷണൽ ആൽബം വരാൻ പോകുന്നല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഒരു ഫുൾ സോങ് ഒന്ന് കേട്ടാലോ? നമ്മൾ ഇത്രയും നേരം പല്ലവി ഒക്കെ എല്ലാം കേട്ടുള്ളൂ, 4-5 വരികളെ നമ്മൾ കേട്ടുള്ളൂ. അപ്പൊ നമുക്കിനി ഫുൾ സോങ് കരോക്കെ വെച്ച് നമുക്ക് പാടാം. അപ്പൊ ഏത് പാട്ടാണ് ഇനി പാടാൻ പോകുന്നത്? തേനുമയമ്പ്. ഓക്കെ, ജാനകി അമ്മയുടെ. ഓക്കെ, നമുക്ക് കേൾക്കാം. കരോക്കെ വെച്ച് അല്ലേ? തേനും വയമ്പും നാവിൽ തൂവും വാനം പാടേ, തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി. രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും. തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി.
അപ്പോൾ ഹരിതക്ക് ഭാവിയിൽ നല്ല നല്ല അവസരങ്ങൾ, നന്നായി പാടാനും നന്നായി പാട്ട് പഠിക്കാനും ഒക്കെ അവസരം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു ശിശുദിനത്തിൽ ഹരിതയെ നമ്മുടെ അതിഥിയായി ലഭിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. നല്ല നല്ല പ്രോജക്ട്സ് ഒക്കെ വരട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഹരിതയുടെ നല്ലൊരു ഡിവോഷണൽ ആൽബത്തോടുകൂടി ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. शाश्वत चलन